ഈ താങ്കളുടെ ഒരു ഈശ്വര സങ്കല്പം അല്ലെ മതസങ്കല്പം ഒക്കെ എന്താണ്? അതിന് ഒരു ഉദാഹരണം പറയാം, എന്നിട്ട് നമുക്ക് അതിലോട്ട് വരാം. പ്രധാനപ്പെട്ട ഒരു മാസികയുടെ ഒരു വലിയ ഫംഗ്ഷൻ കസിനോ ഹോട്ടലിൽ വെച്ച് നടക്കുന്നത്. അപ്പോൾ ക്ഷണിക്കപ്പെട്ട കുറച്ച് അതിഥികൾ ഇതിലാണ്. അപ്പോൾ അതിൽ സ്റ്റേജിലോട്ട് എന്നെ വിളിച്ചത്, ഹാങ്ങർ ചെയ്യുന്ന അയാൾ വിളിച്ചത്, ഇപ്പോൾ അടുത്ത് കരടിയുടെ തോഴനായ നസീർ കയ്യനെ വിളിക്കുന്നു പിന്നെ സ്റ്റേജിലോട്ട് വന്ന്. അപ്പോൾ എനിക്ക് ഉണ്ണി മൂന്നനൊക്കെ ഉണ്ട് അതിൽ പരിപാടിയിൽ. നസീർക്ക, അപ്പോൾ അവർക്കൊരു തിണ്ണമെടുക്കണ്ടല്ലേ ചോദ്യം ചോദിക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോഴോ കാട്ടിൽ നിൽക്കുമ്പോഴോ എന്ത് തോന്നുന്നു? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഇത്തിരി അസ്വസ്ഥതയുണ്ട്, കാട്ടിൽ ഞാൻ സേഫാണെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു. അല്ല, നിങ്ങൾ ഈ നസീർ ഇക്കാന്നും പറഞ്ഞ് വിളിച്ചല്ലോ, അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും മനസ്സിലായി ഞാൻ മുസ്ലിമാണെന്ന്. പിന്നത്തെ ചിന്ത തരും, അതിൽ മുജാഹിദാണ്, സുന്നിയാണ്, ജമാഅത്താണ്, ഈ ചിന്ത എല്ലാവർക്കും വരും. പക്ഷെ ഒരു കരടിയുടെ, കാട്ടുപോത്തിന്റെ, പുലിയുടെ മുമ്പിൽ നിന്നാൽ അവർക്ക് ആ ചിന്ത തോന്നില്ല, മനുഷ്യനായിട്ട് തോന്നുള്ളൂ. അപ്പം ഞാൻ തൽക്കാലം അവരുടെ ദൈവത്തിൻ്റെ കൂടെയാണ്. പിന്നെ മനുഷ്യൻ്റെ ദൈവങ്ങളൊക്കെ ഇപ്പോൾ കാര്യമായിട്ടൊരു കാര്യവും ചെയ്യുന്നില്ല. എത്രയോ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുക, ഒന്നും അറിയാത്ത എത്രയോ കുഞ്ഞുങ്ങൾ മരിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവം എൻ്റെ ദൈവമല്ല. പിന്നെ പേടിച്ചുള്ള ദൈവം, പേടിപ്പിച്ച് നിർത്തുക, നീ അത് ചെയ്യരുത്, നീ ഇങ്ങോട്ട് നോക്കരുത്, നീ അങ്ങോട്ട് നോക്കരുത്, മൂപ്പർക്ക് ഇത് മാത്രമാണ് ദൈവം. അപ്പോൾ എനിക്ക് അത് വലിയ താല്പര്യമില്ലാത്തൊരു വിഷയമാണ്. ഞാനൊരു കരടിയുടെ മുമ്പിൽ പോയി കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ട് മനസ്സിലാക്കണം, ഞാനൊരു മനുഷ്യനാണ്, ഞാൻ ഉപദ്രവകാരിയല്ല, ഇതല്ല, ഇത്രയും മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഇത്രയും വിദ്യാഭ്യാസമുണ്ട്, വിവരമുണ്ട്. ഒരു ചെറിയ 4 വയസ്സ് 3 വയസ്സായ ഒരു കുട്ടിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? നമ്മൾ ഇതൊക്കെ നിയന്ത്രിക്കാൻ ദൈവത്തിന് കഴിയില്ലെങ്കിൽ പിന്നെ എന്തിന് ഞാൻ ആ ദൈവത്തിൻ്റെ പുറകെ പോകണം? കുറച്ച് വർഷം കഴിയുമ്പോൾ ഇതൊക്കെ മാറും. ഏത് കാലത്തും ജീവിക്കുന്നവർ വിശ്വസിക്കുക അവർ ആധുനികരാണെന്നാണ്. ഇന്നത്തെ എല്ലാ പണ്ഡിതന്മാരെയും 100 കൊല്ലം 150 കൊല്ലം കഴിയുമ്പോൾ പ്രാചീനരെന്നും പ്രാകൃതരെന്നും ആയിരിക്കും അന്നത്തെ തലമുറ വിളിക്കുന്നത്, നമ്മൾ ചിന്തിക്കുന്നില്ല.